سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആഗോള ജാലകമായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, സയ്യിദന്മാർ, സാദാത്തുക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും റഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിനോടനുബന്ധിച്ച് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രത്യേകം സംഘടിപ്പിക്കപ്പെട്ട ബാബു റയ്യാൻ റമളാൻ ക്യാമ്പയിനിന്റെ പ്രത്യേക പരിപാടിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങളുടെ പൂക്കാലമാണ് വിശുദ്ധ റമളാൻ. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും റബ്ബിന്റെ സാമീപ്യം കൂടുതൽ കരഗതമാക്കാനും റബ്ബിനോട് കൂടുതൽ അടുക്കാനും കാര്യങ്ങൾ റബ്ബിൽ സമർപ്പിക്കാനും വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന്റെ പേമാരിയായി നൽകിയ മാസമാണ് റമളാൻ. പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ റമളാനിലെ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രധാന ലക്ഷ്യമായി എടുത്തു പറഞ്ഞത് തഖ്വയെക്കുറിച്ചാണ്. ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് നമ്മളെപ്പോഴും എല്ലാ സമയത്തും കേൾക്കാറുള്ള ആയത്താണ്. വിശ്വസിച്ച ആളുകളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ആളുകളോടാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത്. കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേലിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ സമുദായക്കാരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലിലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആയത്തിന്റെ അവസാനത്തിൽ എന്തിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി വൃന്ദങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. പരിശുദ്ധമായ റമളാനിലെ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വയാണ്, ഭയഭക്തിയാണ്. ഖൽബിന്റെ അകത്ത് അല്ലാഹു എന്ന ബോധം കൊണ്ട് നടക്കലാണ്. ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും അല്ലാഹുവിന്റെ സാന്നിധ്യം
അതനുഭവിക്കുകയും ആ റബ്ബിന്റെ കൺവെട്ടത്തിരുന്നാണ് എന്റെ ജീവിതം എന്ന ബോധത്തോടെ മുന്നോട്ടു പോവുകയും ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ഒരാൾ മുത്തഖി എന്ന് പറയുന്ന അഭിമാനത്തിന് അർഹനാകുന്നത്. നോമ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ അതൊരു മെഡിസിനാണ്, അതൊരു ചികിത്സയാണ്. ഒരു മാസത്തെ ആ മെഡിസിന്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയിത്തീരുന്നത് നമ്മുടെ ആത്മാവ് ആയിത്തീരുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്. ദിവ്യ വെളിച്ചമുള്ള മനസ്സും ശരീരവും ഒക്കെ സ്ഫുടീകരിക്കപ്പെട്ട രീതിയിലുള്ള ഒരു മനുഷ്യനാണ് പിന്നീട് പിറവിയെടുക്കുന്നത്. ശിശുവിന്റെ മനസ്സുപോലെ നൈർമല്യമുള്ള മനസ്സോടുകൂടിയാണ് ഓരോ മനുഷ്യനും പരിശുദ്ധമായ റമളാൻ കഴിയുന്നതോടുകൂടി മാറിത്തീരുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്, നോമ്പ് സമയത്ത് പള്ളിയിൽ ആളുകൾ നിറയാറുണ്ട്. പള്ളികളിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞ് ഇരിക്കാനും നിസ്കരിക്കാനൊന്നും സ്ഥലമില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഭക്തി ആളുകൾക്ക് വർദ്ധിക്കാറുണ്ട്. ആരാധനാ കർമ്മങ്ങളിൽ ആൾക്കൂട്ടം വളരെ വലിയ രീതിയിൽ അതിന്റെ നിഷ്ഠയോടുകൂടി കൊണ്ടു നടക്കുന്നത് കാണാൻ പറ്റും. ആത്മസംസ്കരണത്തിന്റെ വലിയ മാസമായി റമളാന് കൊണ്ടാടപ്പെടാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ പരിശുദ്ധമായ റമളാൻ കഴിയുന്നതോടുകൂടി പിന്നെ നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തന്നെ മാറി വരികയാണ്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമായി സൃഷ്ടികൾക്ക് നൽകുന്ന പരിശുദ്ധമായ റമളാൻ അതെന്ത് സന്ദേശമാണോ നൽകുന്നത്, ആ സന്ദേശത്തിനോടൊപ്പം നിൽക്കാൻ, ആ സന്ദേശത്തെ മുറുകെ പിടിക്കാൻ, ആ സന്ദേശം പുൽകാൻ റമളാനിന് ശേഷം നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് എത്ര ഖേദകരമായ കാര്യമാണ്. നോമ്പ് എന്ന് പറയുന്നത് മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് പ്രകാരം നോമ്പ് എന്ന് പറയുന്നത് ക്ഷമയുടെ പകുതിയാണ്. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ അച്ചടക്കത്തിന്റെയും നിയന്ത്രണങ്ങളുടെയും ഒക്കെ ആകത്തുകയാണ് സത്യം പറഞ്ഞാൽ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപവാസം സംഭവിക്കേണ്ടത്, നമ്മുടെ നോമ്പ് സംഭവിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനപ്പുറം മനസ്സിലാണ്, അഥവാ ആത്മാവിലാണ്. കേവലം നമ്മൾ അന്നപാനീയാദി ഭക്ഷണ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ നോമ്പിനെ കാണാറുള്ളത്. പക്ഷേ നമുക്ക് നോമ്പ് വേണ്ടത് നമ്മുടെ മനസ്സിനകത്താണ്, നമ്മുടെ ഖൽബിന്റെ അകത്താണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റമളാനിന്റെ പവിത്രതയെക്കുറിച്ച് നമ്മളേറെ കേൾക്കുകയും വാചാലമായി പറയുകയും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ദഖല ശഹ്റു റമളാൻ, പരിശുദ്ധമായ ശഹ്റു റമളാൻ കടന്നു കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ വിശ്വാസികൾക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെടുകയായി. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയായി. പിന്നെ അവിടെ ആർക്കും പ്രവേശനമില്ല. വസുഫിദത്തി ശയാത്തീൻ, മനുഷ്യനെ ഏത് സമയത്തും മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ട് നയിക്കാൻ, മനുഷ്യനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി നിർത്താൻ വേണ്ടി എല്ലാ സമയത്തും പെട്ടുകൊണ്ടിരിക്കുന്ന, വലയൊരുക്കിക്കൊണ്ടിരിക്കുന്ന പിശാചിനെയും ഇടപെടുന്നുവെന്ന് മഹാനായ ഇമാമുന നസായി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വിശ്വോത്തര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാറാനുള്ള ഒരു അവസരമാണ്. ഈ 11 മാസക്കാലം അവൻ ജീവിച്ച ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും മാറിക്കൊണ്ടൊരു ജീവിതം, അള്ളാഹുവിങ്കലേക്ക് പൂർണ്ണമായും കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പോകാനൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ വഴി നമുക്ക് നൽകുകയാണ്. മനസ്സിന്റെ ശരീരത്തിന്റെ ആർത്തികളെ, അതിന്റെ തോന്നലുകളെയൊക്കെ തടഞ്ഞു നിർത്താൻ, മനസ്സിന്റെ ചോദനകളോട് സമരം ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആരെങ്കിലും സ്വന്തം മനസ്സിന്റെ ചോദനകളോടും സ്വന്തം ഇഷ്ടങ്ങളോടുമൊക്കെ സമരം ചെയ്ത് വിജയിച്ചാൽ അവൻ ആത്മീയമായ ഔന്നത്യത്തിന്റെ പദവികൾക്ക് അർഹനാണെന്ന് ഇമാമുന ഇബ്നു അദി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിനെ നമുക്ക് വായിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരെ വിളിച്ചുകൊണ്ട് പറയുമത്രേ, എണ്ണമറ്റം വരുന്ന അള്ളാഹുവിന്റെ മാലാഖമാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരനായ ആളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് റബ്ബ് പറയുമത്രേ,
ഉൻദുറൂ യാ മലായികതി ഇലാ അബ്ദി, എന്റെ പ്രിയപ്പെട്ട മലക്കുകളെ നിങ്ങൾ എന്റെ ആ അടിമയിലേക്ക് നോക്ക്, നിങ്ങൾ എന്റെ ആ അടിമയിലേക്ക് നോക്ക്. എന്താണ് ആ അടിമയുടെ പ്രത്യേകത എന്നറിയുമോ? തറക ശഹ്വതഹു വലദ്ദതഹു വതആമഹു വശറാബഹു. ആ അടിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ അവന്റെ ശഹ്വത്തിനെ ഒഴിവാക്കിയിരിക്കുന്നു, അവൻ അവന്റെ രസത്തെയും സുഖത്തെയും ഒക്കെ ഒഴിവാക്കിയിരിക്കുന്നു, മാറ്റി നിർത്തിയിരിക്കുന്നു. വതആമഹു വശറാബഹു, അവൻ അവന്റെ ഭക്ഷണത്തെയും അവന്റെ വെള്ളത്തെയും ഒക്കെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനം അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മിൻ അജ്ലി. മഹാനായ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഹദീസ് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മിൻ അജ്ലി, എന്റെ കാരണത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരുടെ വിശുദ്ധിയിലേക്ക് കയറിപ്പോകാനുള്ള വിശുദ്ധിയുടെ ചവിട്ടുപടിയിലേക്ക് നോമ്പ് കൊണ്ട് അയാൾ അനുഗ്രഹിക്കുമെന്ന് മഹാനായ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു. പിശാചിനെ നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് അകറ്റാൻ പറ്റണം. സാത്താനിക പ്രേരണകൾക്കെതിരെയുള്ള ഏറ്റവും വലിയ സമരായുധമായി വിശപ്പിനെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറയുന്നുണ്ട്, ദാവിമി, നീ എല്ലാ സമയത്തും ചെയ്യണം, നീ സ്വർഗത്തിന്റെ വാതിലിനെ മുട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് സ്വർഗത്തിന്റെ വാതിൽ മുട്ടേണ്ടത്, ഞാൻ എന്തുകൊണ്ടാണ് സ്വർഗത്തിന്റെ വാതിൽ മുട്ടേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പറഞ്ഞ മറുപടി, നീ വിശപ്പ് കൊണ്ടാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ മുട്ടേണ്ടത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു നോമ്പിനെ 3 രീതിയിൽ വേർതിരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഓരോ റമളാനും കഴിഞ്ഞു പോകുന്ന സമയത്ത്, ഓരോ റമളാനും നമ്മളിൽ നിന്ന് വിട പറയുന്ന സമയത്ത്, ഓരോ റമളാനും നമുക്ക് എന്ത് തന്നു എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ കൃത്യമായി മറുപടി കണ്ടെത്തിയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നൊരുപാട് ആൾക്കാർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അമുസ്ലിങ്ങളായ ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. വിശുദ്ധ റമളാനിലെ പ്രധാനപ്പെട്ട കാര്യം നോമ്പ് തന്നെയാണ്. നോമ്പ് ലഭിച്ചില്ലെങ്കിൽ റമളാന് ലഭിക്കുകയില്ല എന്ന് നമുക്കറിയാം. റമളാന് ലഭിച്ചില്ലെങ്കിൽ പരലോകത്തെ ഒരു ഗുണവും ലഭിക്കുകയില്ല എന്ന് നമുക്കറിയാം. നമ്മളെ പരലോകത്ത് രക്ഷപ്പെടുത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര റമളാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയെത്ര റമളാന് സുഹൃതങ്ങളുടെ വസന്തം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ റമളാനൊക്കെ നമുക്ക് ലഭിച്ചോ? ഈ റമളാനൊക്കെ നമുക്ക് കിട്ടിയോ? ഈ റമളാനൊക്കെ നമുക്ക് അനുകൂലമായിട്ടാണോ സാക്ഷി നിൽക്കുക? നമ്മൾ റമളാനിൽ നോമ്പ് പിടിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ മഹാനായ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയ 3 തരത്തിലുള്ള നോമ്പിനെ കുറിച്ചറിയണം. ഒന്ന് സൗമുൽ ഖൽബാൻ, വഹുവ സൗമു ഖവാസിൽ ഖവാസ്, അത് ഹൃദയത്തിന്റെ നോമ്പാണ്. ഏതാണ് ആ നോമ്പ് എന്നറിയുമോ? മഹാനായ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗകികമായ സകല ചിന്തകളിൽ നിന്നും മനസ്സിനെ അകറ്റി നിർത്തി പൂർണ്ണമായി അള്ളാഹുവിന്റെ സ്മരണയിലായി, ഇലാഹി സ്മരണയിലായി മുഴുകുന്ന ഉന്നതമായ അവസ്ഥയാണ് ഏറ്റവും ഉയർന്ന തലം. അത് ഹൃദയത്തിന്റെ നോമ്പാണ്. മഹാന്മാരായ അമ്പിയാക്കളും സച്ചരിതരായ ഔലിയാക്കളും ഒക്കെ ഈ ശ്രേണിയിൽപ്പെട്ടവരാണ്. രണ്ടാമത്തേത് സൗമുൽ അഅ്ളാ, ശരീരത്തിന്റെ ഭാഗങ്ങളുടെ നോമ്പാണ്. ശരീരത്തിന്റെ ഭാഗങ്ങളുടെ നോമ്പാണ്. വയറിനെയും രഹസ്യഭാഗങ്ങളെയും വികാരപൂർത്തീകരണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണ്. ചെവി, കണ്ണ്, നാവ്, കൈ, കാല്, നമ്മുടെ സകലമാന അവയവങ്ങളെയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തലാണ്. മൂന്നാമത്തെ നോമ്പ് സൗമുൽ ബത്നാണ്, വയറിന്റെ നോമ്പാണ്. സാധാരണക്കാരായ ആളുകൾ നമ്മളെക്കുറിച്ചൊക്കെയാണ് മഹാനായ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് കേവലം അന്നപാനീയാദി കാര്യങ്ങളുടെ ഉപേക്ഷയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സമ്പൂർണമായ നോമ്പ് എന്ന് പറയുന്നത് സൗമുൽ ഖൽബാൻ. ആ നോമ്പുകാരന് ബാക്കി എല്ലാ നോമ്പുകളുണ്ട്. സൗമുൽ ഖൽബുള്ളയാളെ സംബന്ധിച്ചിടത്തോളം സൗമുൽ അഅ്ളാ ഉണ്ടാകും, അവയവങ്ങളുടെ നോമ്പുണ്ടാകും. സൗമുൽ ബത്ൻ ഉണ്ടാകും.
ആ നോമ്പുകാരന് ബാക്കി എല്ലാ നോമ്പുകളും ഉണ്ടാകും. അവസാനം അവന്റെ ഹൃദയം പോലും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിയാതെ, സൃഷ്ടാവിനെ വിട്ട് അശ്രദ്ധമാവാതെ പൂർണ്ണമായി നോമ്പുകാരനാവാൻ അവനെ കൊണ്ട് കഴിയും. അവന്റെ മനസ്സും അവന്റെ വജസ്സും അവന്റെ വബുസ്സും എല്ലാം നോമ്പിൽ തന്നെ കാണാൻ കഴിയും. സിയാമുൽ ആരിഫീന ലഹാ ഹനീനുൻ ഇലർ റഹ്മാനി റബ്ബിൽ ആലമീൻ തസൂമു ഖുലൂബുഹും ഫീ കുല്ലി വഖ്തിൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂന. ഇങ്ങനെയുള്ള നോമ്പ് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നുണ്ടാവില്ല. നമ്മുടെ ഹൃദയത്തെ മാലിന്യമുക്തമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നോമ്പെന്നാൽ ഇംസാക്ക് എന്നാണ്. നോമ്പിന്റെ വിശദീകരണം പറയുന്നിടത്ത് നമ്മൾ പറയാറുണ്ട്, അൽ ഇംസാക്ക്, പിടിച്ചു നിൽക്കാൻ പറ്റണം. മാനസികമായി നേടിയെടുക്കുന്ന വല്ലാത്തൊരനുഭൂതിയാണ് പിടിച്ചു നിൽക്കൽ എന്ന് പറയുന്നത്. നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ട് മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു നിർത്തലാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടും നോമ്പിന്റെ ചൈതന്യത്തിനെതിരാകുന്ന കാര്യങ്ങളെ തൊട്ടും മനസ്സുപോലും ഒഴിവായി നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. നമ്മുടെ മനസ്സ് ആ വക കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബ് കൊണ്ട് നോമ്പ് പിടിച്ചവരല്ല. പലപ്പോഴും നോമ്പുകാരനായിരിക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ പിടികൂടുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് നോമ്പില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ നോമ്പ് അവയവങ്ങളുടെ നോമ്പാണ്. അതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒമിൻ സുനനി സൗമി അയ്യഹ്ഫള സായിം ലിസാനഹു അനിൽ കദിബി വൽ ഹദയാതി വൽ ഗീബതി വൻ നമീമതി വൽ ഫഹ്ശി വൽ ജഫാഇ വൽ ഖുസൂമതി എന്ന് ഇമാമുൽ ബുഖാരി മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഒമിൻ സുനനി സൗമി അയ്യഹ്ഫള സായിം, സായിം നോമ്പുകാരൻ സദാസമയവും സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ലിസാനഹു, അവന്റെ നാവിനെ, അനിൽ കദിബി, നുണ പറയുന്നതിനെ തൊട്ട്, ചീത്ത പറയുന്നതിനെ തൊട്ട്, ഗൈബത്തും നമീമത്തും പറയുന്നതിനെ തൊട്ട്, മോശം വർത്തമാനങ്ങൾ പറയുന്നതിനെ തൊട്ടൊക്കെ അവന്റെ മനസ്സിനെ, അവന്റെ നാവിനെ സൂക്ഷിക്കണമെന്ന് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മയില്ലാത്ത വെറും വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ, ഒരു നന്മയും ചെയ്യാതെ വെറും ഭക്ഷണപാനീയാദി കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു മനുഷ്യൻ, അവൻ തിന്മ ചെയ്യുന്നയാളാണെങ്കിൽ, അവന്റെ നാവ് കൊണ്ട് മോശം പറയുന്നയാളാണെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിനൊരാവശ്യമില്ല, പടച്ചവൻ അവന്റെ നോമ്പ് കൊണ്ട് ഒരു ആവശ്യവുമില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. നമ്മുടെ നാവിനെ അനാവശ്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന പോലെ എല്ലാ അവയവങ്ങളെയും മാറ്റി നിർത്തുന്നതാണ് അവയവങ്ങളുടെ നോമ്പ് എന്ന് പറയുന്നത്. ഹറാമായത് കാണാനോ കേൾക്കാനോ ആ നോമ്പുകാരൻ തയ്യാറാവുകയില്ല. നമ്മൾ എത്ര ചെറുതായിട്ടാണ് ഹറാമിനെ കാണാറുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, സില്ലി മാറ്റേഴ്സ്, നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. ചെറിയ കാര്യങ്ങൾ, ആ ചെറിയ കാര്യങ്ങളെ ചെറിയ കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഹറാമാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാര് വളരെ വലിയ ഗൗരവത്തിലാണ് അത്തരം വിഷയങ്ങളൊക്കെ കണ്ടത്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മദീനത്തെ പള്ളിയിലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഒരാൾ കടന്നു വന്നു. അന്നഹു ദഖല ഇലൈഹി റജുലുൻ കാന ഖദ് ലഖിയ ഇംറഅതൻ ഫി ത്വരീഖ്. അയാളുടെ പ്രത്യേകത എന്തെന്നറിയുമോ? വഴിയിൽ വെച്ച് അയാൾ ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയിരുന്നു. വതഅമ്മലഹ, ജസ്റ്റ് തിങ്ക് അബൌട്ട്, ഒന്ന് ആലോചിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു നിമിഷത്തേക്ക് അവളൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത മാത്രമാണ് അയാളുടെ മനസ്സിലൂടെ പോയിരുന്നത്. അങ്ങനെ ഇയാൾ കടന്നു വന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രഭാഷണത്തിനിടക്ക് ചോദിച്ചു, അയദ്ഖുൽ അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വന്നയാളോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മദീനത്തെ പള്ളിയിലേക്ക് കടന്നുവരാൻ
ഇങ്ങനെ വ്യഭിചാരത്തിന്റെ അടയാളം കണ്ണിൽ വെച്ചുകൊണ്ട് കടന്നു വരാൻ ധൈര്യപ്പെട്ടവൻ ആരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമുള്ള മദീന പള്ളിയിലേക്ക് കടന്നു വരാൻ ആർക്കാണ് ധൈര്യം വന്നത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന്റെ അവസാനം വളരെ ഗുരുതരമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ ആ നോമ്പ് പോലും നമുക്കില്ല എന്ന് വ്യക്തമാകും. എന്നാൽ ഏറ്റവും താഴെയുള്ള നോമ്പായ വയറിന് മാത്രമുള്ള നോമ്പ് സൗമുൽ ബത്ൻ അതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വിശപ്പുള്ള നോമ്പാണ്, അതിന് മാത്രം വലിയ പ്രതിഫലമുണ്ടെന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. സയ്യിദുൽ അമലി അൽ ജൂ'. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഫ്ളലുക്കും മൻസിലതൻ ഇൻദല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത, ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ അടുത്തുള്ളയാള് ജൂഅൻ അതുവലക്കും ജൂഅൻ വതഫക്കുറൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി വിശപ്പുള്ളയാള്, ഏറ്റവും നന്നായി അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ളയാളാണ്. അബഗലക്കും മിനല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിന് വെറുപ്പുള്ളയാള് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്, ഭക്ഷണത്തിൽ നിയന്ത്രണമില്ലാത്തയാളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുൽ അമലി അൽ ജൂ', അമലുകളുടെ നേതാവ് എന്ന് പറയുന്നത് ജൂആണ്. അൽ ജൂ' മുഖുൽ ഇബാദ, വിശപ്പ് എന്ന് പറയുന്നത് ആരാധനകളുടെ മജ്ജയാണ്. വിശപ്പ് നമ്മളെ വളരെ വലിയൊരു പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. വിശപ്പ് വലിയ ഒരു ഗുണപാഠമാണ്. അതുകൊണ്ടാണല്ലോ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചവനെ കാണാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടപ്പോ മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 40 ദിവസം നോമ്പനുഷ്ഠിക്കാനാണ് പറഞ്ഞത്. 40 ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് നിങ്ങൾ വരേണ്ടത്. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാത്ത റബ്ബിനെ കാണാൻ ചെല്ലുന്നവൻ ആ ഗുണങ്ങൾ പാലിക്കുന്നവനാകണം എന്നാണ് അതിന്റെ ഏറ്റവും വലിയ രഹസ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കപ്പൽ യാത്രക്ക് പറഞ്ഞയച്ചു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹും കൂട്ടവരും കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ അവർ കപ്പലിന്റെ മേലാപ്പൊന്ന് മാറ്റാൻ തുടങ്ങി. അപ്പോൾ ഒരു അശരീരി കേൾക്കാൻ കഴിഞ്ഞു, ഒരു ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. കപ്പൽ യാത്രക്കാരെ വിളിച്ചു പറയുകയാണ്, കപ്പൽ യാത്രക്കാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാഹു അവന്റെ മേൽ നിയമമാക്കിയ കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ നീ അത് പറയണമെന്ന് പറഞ്ഞപ്പോ ആ ശബ്ദം പറഞ്ഞുവത്രേ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിച്ച് അവൻ വിശപ്പിനെ സഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിശപ്പുള്ള, ഏറ്റവും കൂടുതൽ ദാഹിക്കുന്ന സമയത്ത് അവന് വെള്ളം കൊടുക്കുമെന്ന് ആ അശരീരി മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ അറിയിച്ചപ്പോ ആ ശരീരി കേട്ടത് മുതൽ നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആ സംഭവം ഉണ്ടായതിനു ശേഷം മനുഷ്യന്മാർ ഉരുകിപ്പോകുന്നത്രയും ചൂടുള്ള ദിവസങ്ങളിൽ പോലും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ നോമ്പിന് വിശപ്പുണ്ടോ? നമ്മുടെ നോമ്പിന് ദാഹമുണ്ടോ? നമ്മുടെ നോമ്പിന് അതിന്റെ യഥാർത്ഥമായ സൗന്ദര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ 30 ദിവസം നോമ്പനുഷ്ഠിച്ച് നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നുണ്ടോ? റമളാൻ 1-നും ശവ്വാൽ 1-നും ശരിക്ക് തൂക്കി നോക്കിയാൽ എന്തായിരിക്കും അതിന്റെ ഫലം എന്ന് നമ്മൾ ഈ സമയത്തൊരു ചിന്ത നടത്തേണ്ടതാണ്. വിശപ്പ് എന്ന് പറയുന്നത് ഒരു ശക്തമായ ആയുധമാണ്. ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ അതിനേക്കാൾ നല്ല ഒരു ആയുധമില്ലെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. റസൂലുള്ളാഹി ഇന്ന സൗമ ഖഹ്റുൻ ലിഅദുവില്ലാ ഫഇന്ന വസീലത ശൈത്താന ലഈൻ, തീർച്ചയായും പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ശഹ്വത്തുകളെയുള്ളയാളെയാണ്. എപ്പോഴാണ് ശഹ്വത്ത് വരിക? ബിൽ അക്ലി വശുർബി, തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യൽ കൊണ്ടാണ് പലപ്പോഴും മനുഷ്യന് ശഹ്വത്ത് ഉണരുക, മനുഷ്യന്റെ വികാരങ്ങൾ ഉണരുക, മനുഷ്യന്റെ വിചാരങ്ങൾ ഉണരുക, മനുഷ്യന്റെ ചിന്തകൾ ഉണരുക, അവന്റെ ബോധമണ്ഡലങ്ങളിലേക്ക് വശ്യമായ ബോധങ്ങൾ വരിക ആ സമയത്താണ്. അതുകൊണ്ടാണ് വലിദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ശൈത്താൻ, തീർച്ചയായും ശൈത്താൻ ലയജ്രി മിൻ ബനി ആദം, തീർച്ചയായും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, മജ്റദമി, മനുഷ്യന്റെ ശരീരത്തിലൂടെ, രക്തത്തിന്റെ ധമനികളിലൂടെ, മനുഷ്യന്റെ ശരീരത്തിലൂടെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ രക്തത്തിന്റെ സഞ്ചാരമുണ്ടോ ആ സഞ്ചാരപാതകളിലൊക്കെ പിശാച് കെണിവലയൊരുക്കി കാത്തിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫളയ്യിഖു, അതുകൊണ്ട് നിങ്ങൾ അവന്റെ വഴികളെ ഇടുക്കമാക്കി കൊടുക്കണേ, അവന്റെ വഴികളെ കുടുസാക്കി കൊടുക്കണേ, ടൈറ്റാക്കി കൊടുക്കണേ. മജാരിയഹു ബിൽ ജൂഇ, നിങ്ങൾ വിശപ്പ് കൊണ്ടാണ് അവന്റെ വഴികളിൽ മുള്ളു വിതറേണ്ടത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സത്യം പറഞ്ഞാൽ വിശക്കുമ്പോഴാണ് ശരീരം ശുദ്ധിയാകുന്നത്. നിങ്ങൾ നോമ്പ് പിടിക്കൂ, ആരോഗ്യവാന്മാരാകൂ എന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. വിശക്കുന്ന നോമ്പ് കൊണ്ടാണ് നമുക്ക് ആരോഗ്യം ലഭിക്കുക. അപ്പോൾ ശരീരത്തിലെ ദുർമേധസ്സുകൾ ഉരുകാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിലുള്ള മോശം പദാർത്ഥങ്ങളൊക്കെ ഇല്ലാതെയാകും. നമ്മുടെ ഷുഗർ കുറയും, കൊളസ്ട്രോൾ കുറയും. 24 മണിക്കൂറും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആമാശയത്തിന് വിശ്രമം ലഭിക്കും. ഇങ്ങനെ ശരീരം അതിന്റെ ആരോഗ്യം വീണ്ടെടുക്കും. വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം, നമുക്ക് ആരോഗ്യം മാത്രമല്ല തരുന്നത്, നമുക്ക് വേറെ കുറെ തരുന്നുണ്ട്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനേ നോമ്പിനെ കുറിച്ച് ഒരുപാട് ആളുകളോട് ചോദിച്ചു, സമൂഹത്തിൽ പല തട്ടിൽ കഴിയുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു. പക്ഷേ അവരെല്ലാവരും എനിക്ക് നോമ്പിനെ കുറിച്ച് തന്ന മറുപടി ഒന്ന് മാത്രമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു തന്ന മറുപടി ഒന്ന് മാത്രമാണ്. ഞാൻ ചോദിച്ചു, സഅൽതുൽ അത്തിബ്ബാഅ അൻ അശ്ഫൽ അദ്വിയ, ഏറ്റവും നല്ല രോഗശമനി ഏതാണെന്ന് ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചു. ഫഖാലു, ഡോക്ടർമാർ പറഞ്ഞു, അൽ ജൂ' വഖില്ലത്തുൽ അക്ലി, വിശപ്പാണ്, വഖില്ലത്തുൽ അക്ലി, കുറഞ്ഞ ഭക്ഷണമാണ്. വസഅൽതുൽ ഹുകമാ, ഞാൻ ഹുകമാക്കളോട് പോയി ചോദിച്ചു, ഹിക്മത്ത് നേടാൻ വേണ്ടി ഏറ്റവും സഹായകമായ വസ്തു എന്താണ് എന്ന് ഹുകമാക്കളോട് പോയി ചോദിച്ചപ്പോ ഫഖാലു, അവർ പറഞ്ഞു, അൽ ജൂ', വിശപ്പാണ്, വഖില്ലത്തുൽ അക്ലി, ഏറ്റവും കുറഞ്ഞ ഭക്ഷണമാണ്. ഞാൻ വലിയ മഹാന്മാരോട് പോയി ചോദിച്ചു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ അവരും എന്നോട് പറഞ്ഞ മറുപടി അൽ ജൂ', വിശപ്പാണ്, വഖില്ലത്തുൽ അക്ലി, കുറഞ്ഞ ഭക്ഷണമാണ്. ഞാൻ സാഹിദീങ്ങളായ ആളുകളെ കണ്ടു. അവരോട് ഞാൻ ചോദിച്ചു, അന്നഖുൽ അശ്യാഇ അല സഹാദ, സാഹിദാകാൻ വേണ്ടി മനുഷ്യനെ സഹായിക്കുന്ന, മനുഷ്യന്റെ സുഹൃദിനെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യം, ഏറ്റവും പുഷ്ടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. ഫഖാലു, അവര് പറഞ്ഞു, അൽ ജൂ', വിശപ്പാണ്, വഖില്ലത്തുൽ അക്ലി, കുറഞ്ഞ ഭക്ഷണമാണ്. വസഅൽതുൽ ഉലമാ, ഞാൻ ആലിമീങ്ങളെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, അൻ അഫ്ദലിൽ അശ്യാഇ അലാ ഹിഫ്ളിൽ ഇൽമി, അറിവുണ്ടാകാൻ വേണ്ടി, മനഃപ്പാഠമുണ്ടാകാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോ ഉലമാക്കളും എനിക്ക് പറഞ്ഞു തന്ന മറുപടി ഫഖാലു അൽ ജൂ' വഖില്ലത്തുൽ അക്ലി, ഏറ്റവും കുറഞ്ഞ ഭക്ഷണവും വിശപ്പുമാണ്. വസഅൽതുൽ മുലൂക, രാജാക്കന്മാരോട് ചോദിച്ചു ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല കറിയും ഏതാണെന്ന് ചോദിച്ചപ്പോ ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല കറിയും അത് വിശപ്പും കുറഞ്ഞ ഭക്ഷണവുമാണെന്ന് രാജാക്കന്മാർ മറുപടി പറഞ്ഞു. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ നോമ്പും നമ്മുടെ നോമ്പിന്റെ ഭക്ഷണക്രമവും ഒക്കെ എങ്ങനെയാണ്? നമ്മൾ നോമ്പ് മുടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കല് നോമ്പ് തുറയെ കുറിച്ചാണ്. ചിലർ നോമ്പ് ഉപേക്ഷിക്കാൻ കാരണമായി പറയുന്നത് തന്നെ എന്തുകൊണ്ടാ നോമ്പ് പറ്റിയില്ല എന്ന് പറയുന്നത്, അതിന് കാരണം തന്നെ പറയല് ഇന്നലെ രാത്രി അത്താഴം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് മറുപടി ആയിട്ട് പറയല്. ഇനി വൈകുന്നേരമായി കഴിഞ്ഞാൽ ആലോചിക്കുന്നത് രാത്രി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നാണ് ആലോചിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയകൂനു റിജാലും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. യഅകുലൂന അൽവാന തആം, പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. വയശ്റബൂന അൽവാനൽ അശ്രിബ, പലതരത്തിലുള്ള വെള്ളങ്ങൾ അവർ കുടിക്കും. അങ്ങനെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും. വയതശദ്ദഖൂനൽ കലാമ ഉലൈക ശിറാറു ഉമ്മത്തി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇങ്ങനെയുള്ള വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല പ്രിയപ്പെട്ടവരെ.
ശരിക്കും പറഞ്ഞാൽ വിശുദ്ധമായ റമളാൻ അത് ഒരു അളവുകോലാണ്. മാനസ വിമലീകരണത്തിന് പറ്റിയ ഏറ്റവും വലിയ അളവുകോലാണ് പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ഓരോ നോമ്പും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അളവുകോല് നഷ്ടമായാൽ ജീവിതത്തിലെല്ലാം നഷ്ടമായി. അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ റമളാൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അഥവാ നമ്മളെല്ലാം നേടിയ ആളുകളായി അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ ഇത്ഖ് എല്ലാം നമുക്ക് ലഭിക്കുകയാണ്. അത്രയ്ക്കും അർത്ഥവ്യാപ്തിയുണ്ട് വിശുദ്ധമായ റമളാനിന്റെ മഹത്വത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിനോട് നമുക്ക് ഇതിനെ ഉപമിക്കാൻ പ്രിയപ്പെട്ടവരെ. അലാ ഇന്ന ഫിൽ ജസദി ലമുൽഗ, തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഇറച്ചി കഷ്ണമുണ്ട്. ഇദാ സ്വലഹത്, അത് നന്നായി കഴിഞ്ഞാൽ ശരീരമാകപ്പാടെ നന്നായി. വൈദാ ഫസദത്, അതെങ്ങാനും മോശമായാൽ ഫസദത്തിൽ ജസദ്, ശരീരം മുഴുവൻ മോശമായി എന്ന്. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിനോട് നമുക്ക് പരിശുദ്ധമായ റമളാനെ നമുക്ക് ഉപമിക്കാൻ പറ്റും. റമളാൻ എന്ന് പറയുന്നത് വർഷങ്ങളുടെ ഹൃദയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമയങ്ങളെ ഇതുപോലെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരുപാട് സമയങ്ങളെ ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, ഒരാളിൽ നിന്ന് ജുമുഅ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങൾ തന്നെ നഷ്ടമായി. ഒരാളിൽ നിന്ന് റമളാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വർഷം തന്നെ അവന് നഷ്ടപ്പെട്ടു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉ സഗീറിൽ രേഖപ്പെടുത്തിയതായി കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാസത്തെ റമളാന് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ആത്മഹർഷം എന്ന് പറയുന്നത് അത് കൃത്യമായ ഒരു വർഷത്തിലേക്കുള്ള ആത്മഹർഷമാണ്. ഒരു വർഷത്തേക്ക് നമ്മൾ നന്നാകാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഒരു വർഷത്തെ ജീവിതത്തിന്റെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മളിലേക്ക് ആഗതമായതാണ് സത്യം പറഞ്ഞാൽ വിശുദ്ധമായ റമളാൻ എന്ന് പറയുന്നത്. ഇമാമുന ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു മറ്റൊരു ഉദാഹരണം അതിനു വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. മസലു ശുഹൂരി 12 കമസലി ഔലാദി യാഖൂബ്, 11 മാസങ്ങൾ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ പോലെയാണ്. 12 മാസങ്ങൾ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ പോലെയാണ്. ഫകമാ അന്ന യൂസുഫ, തീർച്ചയായും യൂസുഫ് എന്ന് പറയുന്നത് മഹാനായ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏറ്റവും ഇഷ്ടമുള്ള മകനാണ്. കദാലിക റമളാൻ, അപ്രകാരമാണ് റമളാൻ അഹബ്ബു ശുഹൂരി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാണ്. ഫയഗ്ഫിറുല്ലാഹു ലഹും ബിദഅവത്തിൻ വാഹിദത്തിൻ മിൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ബിദഅവതി വാഹിദത്തിൻ മിൻഹും, അവരിൽ നിന്ന് ഒരാളുടെ പ്രാർത്ഥന കൊണ്ട്. വഹുവ യൂസുഫ്, അങ്ങനെയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ബാക്കി എല്ലാവരും രക്ഷപ്പെടുകയായിരുന്നു. കദാലിക യഗ്ഫിറുല്ലാഹു ദുനൂബ അഹദി, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും ബാക്കിയുള്ള 11 മാസങ്ങളിൽ. ബിബറകതി റമളാൻ, റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും ബാക്കി 11 മാസങ്ങളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേവലം നമ്മൾ റമളാനിലെ മാസത്തെ തന്നെ മനോഹരമാക്കി കഴിഞ്ഞാൽ, ഈ റമളാനിൽ കാര്യങ്ങൾ കൂടുതൽ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരു വർഷക്കാലം നമ്മളെ കാത്തിരിക്കുന്നത് സുഹൃതങ്ങളുടെ നിറവസന്തമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർ ചെയ്ത പാപം എത്ര ഗുരുതരമായിരുന്നു അവർ ചെയ്ത പാപം എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ അത് മനോഹരമായി പറയുന്നുണ്ട്. അവർ ചെയ്തത് വാപ്പാനോട് നുണ പറഞ്ഞു, സ്വന്തം സഹോദരനെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലേ? ആ വേദനയാൽ മനംനൊന്ത ഒരു പിതാവ്. അങ്ങനെ ഒരുപാട് പാപങ്ങൾ ആ മക്കൾ ചെയ്തു. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫ് 84-ാമത്തെ വചനം മുതൽ അത് നമ്മോട് പറയുന്നുണ്ട്. 84-ാമത്തെ വചനം, സൂറത്ത് യൂസുഫിന്റെ 84-ാമത്തെ വചനം നമ്മളോട് പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയും. ഖാലൂ തല്ലാഹി, അല്ലെ? അള്ളാഹുവിനോട് പറയുന്ന പ്രാർത്ഥന എത്ര മനോഹരാണ്.
ആ ഒരു പ്രാർത്ഥനയുമൊക്കെ സ്വന്തം മക്കളോടുള്ള കരുണയുള്ള യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നുകൊണ്ട് ഈ മക്കൾ അവസാനം എന്ന് പറയുന്ന രംഗമുണ്ടല്ലോ, അവസാനം മക്കള് വന്നു പറയുന്നൊരു രംഗമുണ്ട്. وتولى عنهم وقال يا أسفا على يوسف وبيضت عيناه من الحزن فهو كظيم. അപ്പാന്റെ മുഖം അങ്ങോട്ട് وبيضت عيناه من الحزن الكظيم قالوا تالله تفتأ تذكر يوسف حتى تكون عرضا أو تكون من الهالكين قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. എന്ന് കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പിക്കുകയായിരുന്നു. ഇതുപോലെ മറ്റു മാസങ്ങളുടെ എല്ലാം നമുക്ക് പൊറുപ്പിക്കാൻ വിശുദ്ധമായ റമളാൻ നമുക്ക് കാരണമാകണം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കല് ആ മക്കൾ വന്ന് പൊറുക്കലിനെ തേടുമ്പോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോ, സ്വന്തം മക്കളോട് കരുണയുള്ള യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരിക്കലും തട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഖാലൂ യാ അബാന ഇസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. ഇന്നാ കുന്നാ ഖാതിഈൻ, ഞങ്ങൾ തെറ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടിയുണ്ട്, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എല്ലാ പാപിക്കും പുറത്തു കൊടുക്കുന്ന ഈ പ്രപഞ്ചാണ്ട കടാഹത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയാണ്. അത്താഴ സമയത്താണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം ആ പിതാവ് മക്കളോട് കരുണയുള്ള പിതാവാണ്. റബ്ബാകട്ടെ, ഈ പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്ന റബ്ബാകട്ടെ, ഉമ്മാക്ക് സ്വന്തം കുഞ്ഞുങ്ങളോടുള്ളതിനേക്കാൾ കരുണയുള്ളവനാണ്. റഹ്മത്തിന്റെ മനോഹരമായ ഈ 10 ദിനങ്ങളിൽ അവൻ മറ്റു മാസങ്ങളിലെ പാപങ്ങൾ അവന്റെ റഹ്മത്ത് കാരണം, അല്ലാഹുവിന്റെ റഹ്മത്ത് കാരണം നമുക്ക് പുറത്തു തരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ സ്വഹാബത്തിനോട്, സ്വഹാബത്തെ, നിങ്ങളാരും സ്വർഗത്തിൽ കടക്കാമെന്ന് വ്യാമോഹിക്കേണ്ട കേട്ടോ, നിങ്ങളാരും സ്വർഗത്തിൽ പോകാമെന്ന് ആഗ്രഹിക്കുക വേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തെ കിറാമ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പൊ അൻത യാ റസൂലല്ലാഹ്, ഹബീബേ, ഞങ്ങൾ മാത്രാണോ സ്വർഗത്തിൽ പോകാത്തത്, നിങ്ങളും സ്വർഗത്തിൽ പോകൂലേ എന്ന് ചോദിക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് മറുപടി എന്നറിയുമോ? ലാ വലാ അന, ഞാനും സ്വർഗത്തിൽ പോവുകയില്ല, ഇല്ലാ അയ്യതഗമ്മദനി അർറഹ്മാൻ, കരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ടെന്നെ പൊതിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ കരുണയുടെ വർഷം എന്നിൽ ചൊരിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കും സ്വർഗത്തിൽ കടക്കാം എന്ന് ഞാനും കരുതുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടിയാണ് പരിശുദ്ധമായ റമളാൻ മാസം നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. വിശുദ്ധ റമളാനിലെ നമ്മുടെ ഇബാദത്തുകൾക്ക് മാത്രമല്ല പ്രതിഫലം, നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലമുണ്ട്. എല്ലാ നോമ്പുകാർക്കും പ്രതിഫലമുണ്ട്. റമളാനിലെ നോമ്പുകാരർ ഉപയോഗിക്കുന്ന മുഴുവൻ വസ്തുക്കളും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, റമളാനിൽ നോമ്പുകാരൻ അയാൾ ഉപയോഗിക്കുന്ന മുഴുവൻ വസ്തുക്കളും ദുആഉഹു മുസ്തജാബുൻ വഅമലുഹു മുളാഅഫുൻ, ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ്, അവന്റെ അമലുകൾ ഇരട്ടിയാക്കപ്പെടുന്ന സമയമാണ്. കാരണം റമളാനിലെ നമ്മൾ അല്ലാഹുവിങ്കലേക്ക് കൂടുതൽ അടുക്കുകയാണ്, പടച്ച തമ്പുരാന്റെ സമീപത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. അതുകൊണ്ടാണല്ലോ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആരാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനായിരുന്നു. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോളം വലിയവനാകാൻ ശ്രമിച്ച ഫറോവയുടെ കാലഘട്ടത്തിലേക്കാണ് സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതനാകുന്നത്. പടച്ച തമ്പുരാൻ തൂർ സീനാ പർവ്വതത്തിലേക്ക് വിളിച്ചുകൊണ്ട് മൂസ നബിയോട് പറയുന്ന കൽപ്പന എന്താണെന്നറിയുമോ?
വലിയ പരീക്ഷണത്തെ നേരിടാനായിരുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാത്തിരുന്നത്. ഫറോവയുടെ കൊട്ടക്കൊത്തളങ്ങളിൽ പോയിട്ട് തൗഹീദ് പറയണം. ഫറോവയുടെ കൊട്ടക്കൊത്തളങ്ങളിൽ ചെന്നുകൊണ്ട് ഫറോവയോട് നന്നാകാൻ സമയമായിട്ടില്ലേ എന്ന് ചോദിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചയാളാണ്. കലീമുല്ലാഹി മൂസ അലൈഹി സലാം നമ്മളൊക്കെ പറയാറുണ്ട്. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒരിക്കൽ ചോദിച്ചുവത്രേ, ഇലാഹി ഹൽ അക്റംത അഹദൻ മിസ്ല മാ അക്റംതനി. അല്ലാഹുവേ, നീ എന്നെ ബഹുമാനിച്ചതുപോലെ എന്നെ സംസാരം കൊണ്ട് മഹത്വപ്പെടുത്തി എന്നെ ബഹുമാനിച്ചതുപോലെ മറ്റാരെങ്കിലും നീ ബഹുമാനിച്ചിട്ടുണ്ടോ എന്ന് സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ, ഹൈതു അസ്മഅതനി കലാമക്, നിന്റെ സംസാരം എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടോ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ മൂസ, എന്റെ പ്രിയപ്പെട്ട മൂസ പ്രവാചക, ഇന്നലി ഇബാദൻ, തീർച്ചയായും എനിക്ക് കുറച്ചടിമകളുണ്ട്. ഉഖ്രിജുഹും ഫി ആഖിരി സമാൻ, കാലത്തിന്റെ അവസാനത്തിൽ ഞാൻ അവരെ പുറപ്പെടുവിക്കും. അവർ വരും, ഏറ്റവും അവസാനത്തെ കാലഘട്ടക്കാരായി അവർ വരും. എന്നിട്ടോ ഫഉക്രിമുഹു ബിശഹരി റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസം കൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കും. വഅനാകൂനു, ഞാൻ ഏറ്റവും കൂടുതൽ അവരോടടുത്തവനാകും, നിന്നേക്കാൾ ഞാൻ ഏറ്റവും അവരോടടുത്തവനാകും. എന്നിട്ടോ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കും നിനക്കുമിടയിൽ 70,000-ഓളം മറകൾ ഇപ്പോഴുമുണ്ട്. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോ, എന്റെ സംസാരം നിന്നെ ഞാൻ കേൾപ്പിക്കുമ്പോ എനിക്കും നിനക്കുമിടയിൽ 70,000 മറകളുണ്ട്. പക്ഷേ അവസാന കാലഘട്ടത്തിൽ ഞാൻ കൊണ്ടുവരുന്ന സമൂഹം, അവർ നോമ്പനുഷ്ഠിച്ച് എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് എനിക്ക് വേണ്ടി അന്നപാനീയാദി കാര്യങ്ങളെയും അവരുടെ ചിന്തകളെയും വികാരത്തെയും വിചാരത്തെയും ഒക്കെ അടക്കിയൊതുക്കി കടിഞ്ഞാണിട്ട് നിർത്തി അവർ നോമ്പനുഷ്ഠിച്ച് അവരുടെ ചുണ്ടുകൾ ഉണങ്ങി നോമ്പ് തുറക്കാൻ നേരം അവരും ഞാനും തമ്മിൽ ഒരു മറയും ഉണ്ടായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ യഥാർത്ഥമായ നോമ്പനുഷ്ഠിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കാനാണ് പരിശുദ്ധമായ റമളാൻ. അതുകൊണ്ടാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലിസ്സായിമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമാണുള്ളത്. ഫർഹത്തുൻ ഇൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതിയാണ്. അല്ലാഹുവേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്നെ അനുസരിച്ചുകൊണ്ട്, നിന്നിലേക്ക് വഴിപ്പെട്ടുകൊണ്ട്, നിന്നിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ഞാനിതാ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ സബര്യകളിൽ വന്നു ചേർന്ന എല്ലാ പാപങ്ങളും അല്ലാഹുവേ നിന്നോട് മാത്രമാണ് പൊറുക്കലിനെ ചോദിക്കാനുള്ളെന്ന ഉൾക്കിടലത്തോടു കൂടി പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയാദി കാര്യങ്ങളെയും ഭോഗത്തെയും അതുപോലെ ചിന്തകളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, വിചാരങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സദാ അല്ലാഹുവിലായ ആളെ സംബന്ധിച്ചിടത്തോളം ഫർഹത്തുൻ ഇൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയത്ത് വല്ലാത്ത സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം റമളാനിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യത്തിന്റെ ഏറ്റവും അവസാനത്തേതാണ്. ഇൻദൽ ലിഖാ, ഏകനായ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു നമ്മളീ കാണുന്ന നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ പ്രകൃതിയും ഈ സൂര്യനും ഈ ചന്ദ്രനും കോടിക്കണക്കിന് വരുന്ന താരഗണങ്ങളും ഗാലക്സികളും സൗരയൂഥവും ഈ നമ്മുടെ ഈ സാഗരങ്ങളും ഈ പുഴകളും ഈ നദികളും ഈ വൃക്ഷങ്ങളും ഈ മനോഹാരിതയുമൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിന്റെ ഏറ്റവും അവസാനത്തെ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നത് ആ സമയത്തുമാണ് നോമ്പുകാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ടാക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത്, ഖൽബിനെ മാറ്റിയെടുത്ത്, ഖൽബിനെ എല്ലാ മലീമസമായ ചുറ്റുപാടുകളിൽ നിന്നും, എല്ലാത്തരം മ്ലേച്ഛതകളിൽ നിന്നും
മലിനീകരണങ്ങളിൽ നിന്നുമൊക്കെ ശരീരത്തെ മുക്തമാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാലമൻ സാമ റമളാൻ ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ ആരെങ്കിലും വിശ്വാസത്തോടുകൂടി കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ജീവിതത്തിലെ മുൻപ് കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അവന് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. സൃഷ്ടാവിന്റെ സമക്ഷത്തിൽ സമർപ്പിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമാണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ സയ്യിദത്തുനാ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞത്, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നോമ്പാണ്. അതുകൊണ്ടാണ് അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പെനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വിശ്വാസിയാക്കി തീർക്കുകയാണ്, യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയാക്കി തീർക്കുകയാണ് ഓരോ റമളാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ റമളാനും തീർച്ചയായും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങളുടെ കാലമാണ്. മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധമായ റമളാൻ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ! ശാരീരികമായ ആരാധനകൾ, നിസ്കാരം കൊണ്ട്, സുന്നത്ത് നിസ്കാരം കൊണ്ട്, തറാവീഹ് കൊണ്ട് ഒക്കെ നമ്മുടെ മുമ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. സാമ്പത്തികമായ ആരാധനയായ സ്വദഖ, സകാത്ത് മുതലായവ കൊണ്ട്, നോമ്പുതുറ കൊണ്ടൊക്കെ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ തഹജ്ജുദ് നിസ്കാരം, ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും വിശിഷ്യ അത് സജീവമാകുന്നത് റമളാനിലാണ്. അഥവാ വിശുദ്ധിയുടെ റമളാനിലൂടെ നമ്മൾ എല്ലാം നേടിയവരായി മാറാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ റമളാനിൽ നന്നായി നടന്നാൽ മതി, ബാക്കി മാസങ്ങളും എങ്ങനെ നടന്നാലും കുഴപ്പമില്ല എന്ന കമലാ സുരയ്യയുടെ പുസ്തകത്തിലുള്ള വണ്ടിക്കാളയിലെ സാദിഖ് അലി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഓർമ്മ വരികയാണ്. കമലാ സുരയ്യയുടെ പുസ്തകം വണ്ടിക്കാളകൾ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്, ഒരു നോവലുണ്ട്. ആ നോവലിൽ ഒരു കഥാപാത്രമാണ് സാദിഖ് അലി. റമളാന്റെ സമയത്ത് മാത്രം സാദിഖ് അലി സകല മ്ലേച്ഛതകളിൽ നിന്നും എല്ലാ പരിപാടികളിൽ നിന്നും മാറി നിൽക്കും. നോമ്പ് കഴിഞ്ഞാൽ പഴയ പ്രതിയായി നടക്കും, പഴയതുപോലെ നടക്കും എന്ന് പറഞ്ഞതുപോലെ സാദിഖ് അലിമാരാകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റമളാന് ശരിക്കും നന്നായി കഴിഞ്ഞാൽ, ഒരാൾ നന്നായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം, റമളാനിൽ നന്നായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം, റമളാന് കഴിഞ്ഞാലും അയാളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും, ബാക്കി മാസങ്ങളിലും അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സത്യത്തിൽ നമ്മൾ റമളാനിൽ ഒഴിവാക്കുന്നത് എന്താണ്? അള്ളാഹു അനുവദിച്ച കാര്യങ്ങളാണ്. ഭക്ഷണം അനുവദനീയാണ്, അതൊഴിവാക്കി നമ്മൾ. ഭാര്യാഭർത്തൃബന്ധം പകലിൽ അനുവദനീയാണ്, അത് അള്ളാഹുവിനോട് നമ്മളതൊക്കെ ഒഴിവാക്കി. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസ്, ഇന്നഹു തറക ശഹവതഹു വശറാബഹു ലിഅജ്ലി, എന്റെ കാരണത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ അനുവദിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഒഴിവാക്കി. നമ്മൾ ഉറക്കം അത് അനുവദനീയാണ്, പക്ഷെ അത് നമ്മൾ നിയന്ത്രിച്ചു, സംസാരങ്ങൾ നിയന്ത്രിച്ചു. അങ്ങനെ നമ്മൾ പല വിധത്തിലുള്ള നോമ്പുകളാണ് അനുഷ്ഠിച്ചത്. അതിലൂടെ നമ്മുടെ ശരീരത്തിന് ഭക്ഷണങ്ങളെ തൊട്ട് നോമ്പുണ്ടായി, നമ്മുടെ കണ്ണിനും നമ്മുടെ കാതുകൾക്കും നോമ്പുണ്ടായി, നമ്മുടെ ബുദ്ധിക്ക് ശാരീരിക ഇച്ഛകളെ തൊട്ട് നോമ്പുണ്ടായി, നമ്മുടെ ആത്മാവിന് നമ്മുടെ ആഗ്രഹങ്ങളെ തൊട്ട് നോമ്പുണ്ടായി, തെറ്റുകുറ്റങ്ങളെ തൊട്ട് നമ്മൾ പൂർണ്ണമായും നോമ്പനുഷ്ഠിച്ചു. തൗബയോടെ കൂടിയാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. ഇങ്ങനെ റമളാനിൽ പ്രവർത്തിച്ചയാള് പിന്നെ എങ്ങനെയാണ് ആ വർഷം കുറ്റങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് നീങ്ങുക എന്ന് ഒരു സമയം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റബ്ബിനു വേണ്ടി അനുവദനീയം തന്നെ ഒഴിവാക്കിയവൻ അവന്റെ ഹറാമുകൾ ഒരിക്കൽ പോലും ചെയ്യുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ നമ്മൾ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി, എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളോടും കൂടി നമുക്ക് രക്ഷപ്പെട്ട് കിട്ടണം, പരലോകം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടണം. എങ്കിൽ മാത്രമാണ് ഒരു വർഷത്തേക്ക് ഗുണകരമാകുന്ന തരത്തിൽ നമ്മുടെ റമളാൻ മാറുകയുള്ളൂ. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ഇഷ്ടം പോലെ ദുആ ചെയ്യാനുണ്ട്. ഒരു റമളാൻ വരുമ്പോഴേക്ക് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മാറിയതുപോലെ
മാറാൻ പറ്റണം. ജീവിതത്തിന് ഒരു ചലഞ്ച് ഉണ്ടാകണം, ഒരു ചേഞ്ച് ഉണ്ടാകണം. അല്ലാഹു എന്ന ബോധം ഖൽബിന്റെ അകത്ത് സൃഷ്ടിക്കപ്പെടുന്നതോടുകൂടി സകലതും അല്ലാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള ഉത്തമമായ ബോധവും ബോധ്യവും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരൊറ്റ ചോദ്യമാണ്, അലിഹാദാ ഖുലിഖ്ത യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, ഇതിനു വേണ്ടിയാണോ നിന്നെ പടച്ചിട്ടുള്ളത്? ഇങ്ങനെ വേട്ടയാടി നടന്നാൽ മതിയോ? ഇങ്ങനെ വന്യജീവികളെ പിടിച്ചു നടന്നാൽ മതിയോ? ഇങ്ങനെ ജീവിച്ചു പോയാൽ മതിയോ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്നൊരു ചോദ്യം മഹാനായ ഇബ്രാഹിം നദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചിന്താമണ്ഡലങ്ങളിൽ കോളിളക്കം സൃഷ്ടിക്കപ്പെട്ടതിനെ തുടർന്ന് ഒരൊറ്റ മറുപടിയായിരുന്നു ഇബ്രാഹിം നദ്ഹം റളിയല്ലാഹു അൻഹു. ഒരൊറ്റ മറുപടി. ആ മറുപടിയിൽ ഇബ്രാഹിം നദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയുമോ? ബലാ യാ റബ്ബ്, അല്ലാഹുവേ എനിക്ക് മനസ്സിലായി, എന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി, എന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായി, എന്റെ ഡെസ്റ്റിനേഷൻ അതെവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി, എന്റെ ലക്ഷ്യം എന്താണെന്നും എനിക്ക് മനസ്സിലായി, എന്തിനു വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി പടച്ച തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് തറക്തുൽ ഖൽഖ തുറൻ ഫീ റിളാക വഅയ്തംതുൽ അയാല ലികൈ അറാക, ഞാൻ സർവമാന സൃഷ്ടികളെയും തറക്തുൽ ഖൽഖ തുറൻ ഫീ റിളാക, നിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാ സൃഷ്ടി ജീവജാലങ്ങളെയും ഒഴിവാക്കിയിരിക്കുകയാണ്. വഅയ്തംതുൽ അയാല ലികൈ അറാക, ഞാൻ എന്റെ കുടുംബത്തെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഐതംതുൽ അയാല, ഞാൻ എന്റെ കുടുംബത്തെ യതീമാക്കിയിരിക്കുകയാണ്. ലികൈ അറാക, നിന്നെ കാണാൻ വേണ്ടിയാണ്. വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബാ ലമാ സകനൽ ഫുആദു ഇലാ സിവാക, നിന്റെ അടുത്തേക്ക് മാത്രമാണ് എന്റെ ഖൽബിന്റെ പരമമായ ആശ്രയമെന്ന് മഹാനായ ഇബ്രാഹിം നദ്ഹം റളിയല്ലാഹു അൻഹു സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിയില്ലെങ്കിലും നമുക്ക് അതിന്റെ അടുത്തേക്കെങ്കിലും ആ തണലിലെങ്കിലും എത്തിച്ചേരാൻ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമളാന് കൊണ്ട് നമുക്കതിന് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിശാലമായ സമയം നമ്മുടെ മുമ്പിലുണ്ട്. നന്നാവാൻ ഒരു അവസരമുണ്ട്. വിശ്വാസികൾക്ക് നന്നാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു അവസരമാണ് പരിശുദ്ധമായ റമളാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ സജ്ജനങ്ങളായ അടിമകളിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണം. എല്ലാ സമയങ്ങളിലും നോമ്പിനെ ഫസാദാകുന്ന തരത്തിൽ, നോമ്പിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളുടെ അതിന്റെ ഉണ്മയെ ഇല്ലാതാക്കുന്ന, അതിന്റെ ചൈതന്യത്തെ, ദിവ്യാനുഭൂതിയെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൊച്ചു കൊച്ചു സംസാരങ്ങൾ, കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ, കൊച്ചു കൊച്ചു രീതികൾ, ഇതൊക്കെ നമ്മുടെ നോമ്പിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഇല്ലാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുൽ ബാരി ഹുദവിയുടെ പകരമാണെന്ന് എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നത്, സംസാരിക്കേണ്ടി വന്നത്. എന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ധന്യനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടം വെക്കുന്ന, പ്രിയം വെക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു ഇബാദത്തിൽ നിന്ന് വിരമിച്ചാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് അല്ലാഹുവിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിലുള്ള ഭയവും നിറഞ്ഞതായിരിക്കണം. നോമ്പുകാരന്റെ നോമ്പിൽ നിന്നും വിശപ്പും ദാഹവുമല്ലാതൊന്നും അവനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച നോമ്പുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു പ്രയോജനവുമില്ല. ആത്മാവാണ് സംസ്കാരം, ആത്മാവിനാണ് സംസ്കാരം ഉണ്ടാകേണ്ടത്, ആത്മാവാണ് സംസ്കരിക്കപ്പെടേണ്ടത്, മനസ്സാണ് സ്ഫുടീകരിക്കപ്പെടേണ്ടത്, മനസ്സാണ് തെളിഞ്ഞ കണ്ണാടി പോലെയാകേണ്ടത്. വിശപ്പും ദാഹവും മാർഗം മാത്രമാണ്, പക്ഷേ ലക്ഷ്യമേ അല്ല എന്ന് മനസ്സിലാക്കണം. ആത്മാവില്ലാത്ത നോമ്പ് കേവലം അനുഷ്ഠാനം മാത്രമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതിനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ ഫീനാ വലാ മിന്നാ
ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا الشهر الشريف العظيم المبارك شهر رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والفتن والنار اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والمنافقين والظالمين والحاسدين والساحرين والسارقين والنمامين والمغتابين عنا يا خفي الألطاف نجنا مما نخاف اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود أغننا بحلالك وعن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى الله على جميع الأنبياء المرسلين تقبل الله وصيتوടെ السلام عليكم